മുസ്തഫ കമ്പനി ഏതാണ്? ഇതാണ്. നിങ്ങൾ ആരാണ്? എനിക്ക് മുസ്തഫ ഒന്ന് കാണണം. എനിക്ക് സംസാരിക്കണം. പറയണം. ചുരുക്കി പറയാം, ഇടയ്ക്ക് കയറി ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്റെ പേര് ശുഭ. ബാംഗ്ലൂരിലാണ് വീട്. നിങ്ങൾക്ക് മനോഹരനെ അറിയാമല്ലോ. നിങ്ങളുടെ വിരോധിയല്ലേ? ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് അയാളോട് പകരം വീട്ടേണ്ടതുണ്ട്. പകരം വീട്ടുകയെന്ന് വെച്ചാൽ അയാളെയും കൂട്ടരെയും നശിപ്പിക്കുക എന്നർത്ഥം. ഞാനതിന് തയ്യാറായാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് ഒരുമിച്ച് ചെയ്യാം. എടി പെണ്ണെ, തനിച്ചാണോ വന്നത്? അതെ. എന്നാലേ ഞങ്ങൾക്ക് വല്ലതും തോന്നുന്നതിന് മുമ്പ് നീ അങ്ങ് പോ. പെണ്ണിന്റെ ആഗ്രഹം കേട്ടോ. 18 അടവും പയറ്റി ഞങ്ങളുടെയൊക്കെ സിലിണ്ടർ അടയിരിക്കുക. മനോഹരനെ നശിപ്പിക്കണം അത്രേ. നിങ്ങളൊക്കെ ആണത്വമുള്ളവരാണെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പേടിത്തൊണ്ടന്മാരാണെന്ന് അറിഞ്ഞില്ല. സോ ഞാൻ എന്റെ വഴി നോക്കാം. കർത്താവേ, അത് നമുക്കിട്ട് വെച്ചതാണല്ലോ. അല്ല പെങ്ങളെ, ഈ മനോഹരന്റെ കാര്യം ഒഴിച്ച് വേറെ വല്ലതും ഉണ്ടെങ്കിൽ. എടി പെണ്ണെ, നീ വിചാരിച്ചാൽ മനോഹരന്റെ ഒരു ഓഫീസ് ബോയോട് പോലും പകരം വീട്ടാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം കൂടി കേട്ടിട്ട് പോകൂ. എന്നാലേ ഞങ്ങൾ അല്പം പെശക. ഞങ്ങളുടെ ഇടയിൽ ചാടിക്കേറി വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് വെറുതെ അങ്ങ് പോകാമെന്ന് വിചാരിക്കരുത്. പിന്നെ നീ കേവലം ഒരു പെണ്ണ്. ശരി, നീ ഇപ്പൊ പൊയ്ക്കോ. എനിക്കിവിടുന്ന് പോകാൻ
നിങ്ങളുടെ ദയവൊന്നും ആവശ്യമില്ല. നിങ്ങളെപ്പോലെ 10 പേര് വന്നാലും എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയതെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? അപ്പോ ഒരു ബലപരീക്ഷണത്തിന് തയ്യാറാണോ? ആദ്യം ഞങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. പിന്നീട് നിങ്ങൾക്ക് മനോഹരന്റെ അടുത്തേക്ക് പോകാം. ആസ് യു ലൈക്ക്. ഞാനിതാ പുറത്തു പോകുന്നു. കഴിവുണ്ടെങ്കിൽ എന്നെ തടഞ്ഞോളൂ. അങ്ങനെ പോയാലോ? അയ്യോ! ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ധൈര്യമായിട്ട് കൊല്ലാം. ഞാൻ മാന്യമായ മേൽവിലാസമുള്ള ഒരു സ്ത്രീയാണ്. നിങ്ങൾ പോലീസിന്റെ നോട്ടപ്പുള്ളികളും. എന്റെ സ്വരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കൊന്നുവെന്നറിഞ്ഞാൽ അതേത് കോടതി അംഗീകരിക്കും? എന്തു പറയുന്നു? ഓക്കെ, നിങ്ങളുടെ കഴിവിനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആ ഒറ്റ ഇടി മതിയല്ലോ. Very good. Come on. Hello. Excellent. Thank you. It's all right. Thank you.